കോൺഗ്രസ് മുക്ത ഭാരതം മോഡി അമിത്ഷായും ആഗ്രഹിക്കുന്നു. അത് കേരളത്തിൽ പ്രദാനം ചെയ്യാൻ കഴിയുന്നത് BJPക്കല്ല, ഇടതുപക്ഷത്തിനാണെന്ന് മനസ്സിലായി. അങ്ങനെയാണ് ലാസ്റ്റ് മിനിറ്റിൽ ഒരു ധാരണ ഇവർ തമ്മിൽ ഉണ്ടാകുന്നത്. അങ്ങനെയാണ് കേരളത്തിൽ ഇടതുമുന്നണിയുടെ തുടർഭരണം ഉണ്ടായത്. പക്ഷെ ആ തുടർഭരണത്തിന്റെ കെടുതിയാണ് ഇന്ന് കേരളം അനുഭവിക്കുന്നത്. ഞാൻ എവിടെ ചെന്നാലും ലിയോ ആളുകൾ എന്നോട് പറയും, എൻ്റെ പൊന്നു സാറേ, ഇങ്ങനൊരു ഭരണം ഉണ്ടാകുന്നതുമായിരുന്നെങ്കിൽ ഞങ്ങളാരും വോട്ട് ചെയ്യില്ല. പിന്നെ ഒന്നും കഴിക്കാൻ കിട്ടാതെ ദാരിദ്ര്യം അനുഭവിച്ചപ്പോഴാണ് ഈ കിറ്റ് കിട്ടിയത്. അപ്പം ഞങ്ങൾ വോട്ട് ചെയ്ത് പോയി. ഇപ്പോഴും CPM-കാർ കരുതുന്നത് കിറ്റ് കൊടുക്കും, കിറ്റ് ആൾ വാങ്ങിക്കും, അതിൻ്റെ പേരിൽ വോട്ട് ചെയ്യുമെന്നാണ്. കിറ്റ് വാങ്ങിക്കും, പക്ഷെ ആരും വോട്ട് ചെയ്യാൻ പോകും. അല്ല, ഇനിയിപ്പോൾ അങ്ങ് പറഞ്ഞ ആ ഒരു അന്തർധാര അതിനെക്കുറിച്ച് അങ്ങ് സൂചിപ്പിക്കേണ്ടത്, അത് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായാൽ അതിനെയും അതിജീവിക്കാനുള്ള കരുത്ത് ഞങ്ങൾക്കുണ്ട്. സംഘടനാപരമായ കരുത്ത് നേടിയിട്ടുണ്ട്. രാഷ്ട്രീയ പ്രചരണത്തിൽ ആ കരുത്ത് ഞങ്ങൾ കാണിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ സാഹചര്യം ഉണ്ടാകാം. പക്ഷേ അതിൽ നിന്ന് പിന്തിരിഞ്ഞോടാതെ വസ്തുതാപരമായി കാര്യങ്ങൾ പഠിച്ച് വസ്തുതാപരമായി കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു പ്രവർത്തന ശൈലിയാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത്.